ചങ്കുകളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ 2 വീഡിയോ ആണ് ചെയ്തത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടായിരുന്നു. ആ വോയിസ് ക്ലിപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോബിന് ആരെയും അറിയില്ല എന്നുള്ള തരത്തിലുള്ള ഒരു വോയിസ് ക്ലിപ്പ്. ഏതായാലും ആ വോയിസ് ക്ലിപ്പിൻ്റെ ഉറവിടം കണ്ടുപിടിച്ചപ്പോഴേ എനിക്ക് തോന്നിയത്, അതായത് എനിക്കും കിട്ടിയൊരു വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേ നാൾ മുന്നേ ഉള്ള ഒരു വോയിസ് ക്ലിപ്പാണ്, അതാണ് എടുത്തിട്ടിരിക്കുന്നത് എന്നുള്ള ഒരു വിവരമാണ് കിട്ടിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്ടർ റോബിൻ്റെ പേരും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്നതോ അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയേണ്ടത് വളരെ മോശമായിട്ട് പറയുന്നതൊന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് റോബിൻ്റെ പേരിൽ ഇനി അങ്ങനെ ഒരു തെറിവിളിയോ കാര്യങ്ങളൊന്നും വേണ്ട. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യനെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരു സമാധാനത്തിൽ ജീവിക്കട്ടെ, അത്രയേ ഉള്ളൂ. പക്ഷേ ആ മനുഷ്യനങ്ങനെ ഈ പിന്നെ ആരാധകരെ അങ്ങ് തള്ളിപ്പറഞ്ഞു എന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്കങ്ങനെ വെറുതെ ഇരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ 2 വീഡിയോ ഇട്ടിട്ട്, അതായത് സായി കൃഷ്ണനോട് വരെ ഡോക്ടർ ക്ഷമിച്ചിരിക്കുന്നത്. അപ്പം നമ്മളിങ്ങ് തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താണ്? നാളെ നമ്മളിട്ടിട്ട് ഇവരിങ്ങനെ പൊങ്കാലിയിടൂലേ? പൊങ്കാലിയിടൽ മാത്രമല്ല, ഇവരിങ്ങനെ വറുത്ത ചട്ടിയിൽ ഇങ്ങനെ വറുത്തെടുക്കുമായിരുന്നു. കാരണം അല്ലെങ്കിൽ തന്നെ തുടങ്ങിയിരിക്കുന്നു ചെറിയ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. എല്ലാവരും നമ്മളെ കളിയാക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ റോബിന് വരെ അറിയത്തില്ല, അതേ കിടക്കുന്ന ഒരുത്തം വീഡിയോയും കൊണ്ട് വന്നിരിക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ അങ്ങ് എന്താ പറയുക ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു ഇതുണ്ടല്ലോ. അതായത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയും, എനിക്കെന്ന് പറഞ്ഞാൽ ആരോടും ഒരു ദേഷ്യം ഒന്നുമില്ല. ഉള്ള കാര്യം എന്താ പറയുന്നതിന് കാരണം വെച്ചാൽ നമ്മൾ എന്തിനാ ദേഷ്യം വെക്കുന്നത്? നമ്മൾ ആരോടൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല. അതായത് പക്ഷേ റോബിൻ നമുക്ക് ഇഷ്ടമാണ്. ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ശരി, റോബിൻ മച്ചാനാ നമുക്കിഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ബിഗ് ബോസ് എന്നുള്ള ഇഷ്ടമാണ്, അത് പോയിട്ടൊന്നുമില്ല, അതങ്ങനെയൊന്നും പോവില്ല. അതുപോലെ തന്നെ ഈ രജിത് കുമാർ സാറിനെ എനിക്കിഷ്ടമാണ്. അതുപോലെ സാബുമോനെ എനിക്കിഷ്ടമാണ്. പേളിമാണുവിനെയും ശ്രീനേഷിനെയും ഇഷ്ടമാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഖിൽ മാരാറുടെയിൽ മാത്രമേ നമുക്ക് കുറച്ചൊരു കൺഫ്യൂഷനുള്ളൂ. കാരണം എന്താ വെച്ചാൽ അഖിൽ മാരാർ റോബിനെ തെറി പറഞ്ഞു പോയത് കൊണ്ടാണ് അഖിൽ മാരാറുമായിട്ട് അങ്ങനെ അങ്ങ് അടുക്കാൻ കഴിയാത്തത്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്. അത് കഴിഞ്ഞ് ഇപ്പോഴും നമ്മുടെ ജിൻഡപ്പൻ, ദേ കിടക്കുന്ന ജിൻഡപ്പൻ, ഉള്ള കാര്യം പറയാലോ, ആദ്യം എനിക്ക് ഋഷീനെയായിരുന്നു ഇഷ്ടം. കാരണം എന്താ വെച്ചാൽ ഞാനൊരു കറകളഞ്ഞ ഋഷി ഫാനാണ്. ഋഷീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളെ ജിൻഡപ്പനാണ് നമുക്ക് കിട്ടിയത്. ഇല്ലെങ്കിൽ ഞാൻ സീക്രട്ട് ഏജൻറ്റിൻ്റെ ഫാനായി കളിയേണ്ടി. കാരണം സീക്രട്ട് ഏജൻറ്റ് നല്ല ഭയങ്കരമായിട്ടുള്ളൊരു ഗെയിമൊക്കെ കളിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, എല്ലാം പിന്നെ അവൻ്റെ 4 കുത്തുവാള എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഈ ഡോക്ടർ റോബിൻ അങ്ങനെ തള്ളിപ്പറഞ്ഞു. എനിക്കറിയില്ല ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള തരത്തിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേ അത് ഒരിക്കലും ഒരാളും ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് എനിക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പഴയ വോയിസ് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താ വെച്ചാൽ റോബിൻ ഒരിക്കലും അങ്ങനെ തള്ളിപ്പറയണമെങ്കിൽ റോബിൻ ഇതിന് മുന്നേ ആകാമായിരുന്നു. ഇതിന് മുന്നേ ആകാം. നിങ്ങളൊക്കെ എന്തിനാണ് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാക്കുന്നത്, ഇറങ്ങിപ്പോയിക്കൂടെ, മുന്നേ ആകാമായിരുന്നു. പക്ഷേ റോബിൻ അതൊന്നും ചെയ്തില്ല. റോബിൻ എന്നിട്ട് ഇന്ന് വൈകുന്നേരം ഒരു സ്റ്റോറി ഇട്ടു. ആ സ്റ്റോറി കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായിരുന്നു. ഉള്ള കാര്യം എന്താ പറയുക, നല്ല സന്തോഷമായിരുന്നു. അത് മതി, അതേ പ്രതീക്ഷിക്കുന്നുള്ളൂ, വേറെ ഒന്നും വേണ്ട. നമുക്കിനി ധൈര്യത്തിൽ നമുക്കിനി ആ ഒരു സ്റ്റോറീൻ്റെ ബലത്തിൽ നമുക്കിങ്ങനെ ഞെളിഞ്ഞ് നടക്കാലോ, തല ഉയർത്തി നടക്കാലോ. കാരണം വെച്ചാൽ റോബിൻ ഞങ്ങളെ എന്താ പറയേണ്ടത്, ഞങ്ങളെല്ലാം ഇഷ്ടമാണ്. അതുപോലെ തന്നെ റോബിന് ഞങ്ങളെല്ലാം ഇഷ്ടമാണെന്നുള്ള തരത്തിൽ നമുക്ക് തല ഉയർത്തി നടക്കാം. ഇതേ വേണ്ടു, വേറെ ഒന്നും വേണ്ട. നമ്മൾക്ക് വേറെ ഒരു ഇതുമില്ല. അതാണ് കാരണം ഡോക്ടർ റോബിൻ്റെ പേര് പോലും പിന്നീട് മിണ്ടാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇന്ന് ഡോക്ടർ ആ സ്റ്റോറി ഇട്ടില്ലെങ്കിൽ ഡോക്ടർ റോബിൻ്റെ പേര് പോലും നമുക്ക് മിണ്ടാൻ കഴിയില്ല. എന്താ കാരണം എന്നറിയാം, മിണ്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം പറയും, എടാ ഡോക്ടർ ഞങ്ങളെ തള്ളിക്കളഞ്ഞാണ്, എന്നിട്ടും വന്നിട്ട് ഇങ്ങനെ എന്തിനാടാ ചിലക്കുന്നത് എന്ന് ചോദിക്കുവാടുന്നത്. അതാ പറയുന്നത്. അതായത് ഞാൻ സ്ഥിരമായിട്ട് ഡോക്ടർ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല. ഞാൻ സ്ഥിരമായിട്ട് ഇപ്പം ഡോക്ടർ വീഡിയോ അല്ല ചെയ്യുന്നത്. പക്ഷേ സ്ഥിരമായിട്ട് ഇപ്പോഴും ഡോക്ടർ വീഡിയോ ചെയ്യുന്നുണ്ട്. ദൈവത്തെ ഓർത്തിട്ട് അവരോട് പറയുന്നു, ആ തല്ലും വഴക്കും ചീത്തവിളി എല്ലാം ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ അതേ അത്രയേ ഉള്ളൂ, ഇതിലെല്ലാം അത്രയേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കൊറോണയെല്ലാം വന്നതിൻ്റെ ഇപ്പില്ലേ മനുഷ്യന്മാരൊക്കെ ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കല. അപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ തല്ലും പിടിയും കഴിഞ്ഞ് ഒരുപാട് ടെൻഷനും അടിച്ച് എന്തിനതിൻ്റെ ആവശ്യം എന്നാണ്? ഒരാവശ്യവും ഇല്ല. ഇതെന്തെന്നാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭരണം കിട്ടുന്ന പരിപാടിയൊന്നും അല്ലല്ലോ. എല്ലാം അവസാനിച്ചില്ല. ഇപ്പോൾ ഇതോട് കൂടിയിട്ട് എല്ലാം എൻഡായി. ഇനി എവിടെന്നെങ്കിലും ഡോക്ടർ റോബിൻ്റെ വോയിസോ അല്ലെങ്കിൽ സ്റ്റോറിയോ ഇതൊക്കെ ഡോക്ടർ റോബിൻ്റെ വോയിസ് വീണ്ടും അതൊക്കെ ഉണ്ടെങ്കിൽ അവർ വിഡ്ഢികളായിന്നേ ഉള്ളൂ.
അല്ലാതെ നമ്മളൊരിക്കലും വിഡ്ഢികളാകുന്നില്ല. നമ്മളിത് വിശ്വസിക്കാനും പോകണ്ട, നമ്മളിതിന് കമൻറ്റ് പോലും ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ. ഇനിയിപ്പോഴും ഒരു 2 മാസം 3 മാസം കഴിഞ്ഞിട്ട് ആരെങ്കിലും ദേ കിടക്കുന്ന ഡോക്ടർ റോബിൻ്റെ 2 വോയിസ് ക്ലിപ്പ് അങ്ങനെയൊക്കെ ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികരിക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ റോബിൻ എങ്ങനെയാണ്, ആരാണ്, എന്താണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ. അദ്ദേഹം എല്ലാം പറഞ്ഞ് തീർത്തല്ലോ. ഇപ്പോഴെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിനുള്ള കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ടെൻഷനൊക്കെ ഒരുപാട് കുറഞ്ഞ്. അപ്പോൾ അതുപോലെ അങ്ങ് പോട്ടെ. എല്ലാവരും ഇനി അവനവൻ്റെ കാര്യത്തിലേക്ക് കടക്കൂ. ഇനി സീസൺ 7 വരാൻ പോകുന്നത്. ഒരു 2-3 മാസം കഴിഞ്ഞാൽ 7ൻ്റെ പണിയിലേക്ക് അങ്ങ് നമ്മൾ പോവല്ലേ. സീസൺ 7 അതാണ് ബിഗ് ബോസ് എന്നും നമ്മളൊരു വീക്ക്നെസ് തന്നെയാണ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും അങ്ങനെ നിർത്താൻ പാടില്ല. ഇനി അടുത്ത് നമ്മൾ 7ലേക്ക് വരും. 7ലേക്ക് വരുമ്പോഴേ അവിടെയും നമ്മളെ ഡോക്ടർ മച്ചാൻ എന്താ പറയുക ആവേശമായിട്ട് വരും. അങ്ങനെയാണ്. അതുപോലെ നമ്മളങ്ങ് പോവുക. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യുക. ആര് വോയിസ് കൊണ്ടുവന്നു കഴിഞ്ഞാലും ആര് എന്ത് കൊണ്ടുവന്നു കഴിഞ്ഞാലും നമ്മൾ പ്രതികരിക്കാൻ പോകണ്ട. കാരണം ഒരു പ്രതികരണവും വേണ്ട. കാരണം ഡോക്ടർ മച്ചാനെ നമുക്കറിയാലോ, അത് മതി. മനസ്സിലായ? ഇപ്പം തന്നെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ എത്ര ആൾക്കാർ പറയുന്നുണ്ട് ഇവിടുന്ന് ഡോക്ടറെ നമുക്കറിയാം, ഡോക്ടറെ നമ്മളെ തള്ളിയില്ല എന്നൊക്കെ പറയുന്നില്ലേ. അതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മളിതൊന്നും വിശ്വസിക്കാൻ പോണ്ട. നമ്മളെ ഡോക്ടറുടെ നല്ല കാര്യങ്ങൾ ചെയ്യും. ഡോക്ടർ നല്ല നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത് ചെയ്യും. ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തോ, അതിനെ പറ്റിയിട്ട് അഭിപ്രായം പറഞ്ഞു, അതിനെ പറ്റിയിട്ട് ചർച്ചകൾ നടത്തിക്കോ, നോ പ്രോബ്ലം. മറ്റുള്ളവരെ പെരടിക്കയറാൻ വേണ്ട, അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആട്ടോ, ഞാൻ കൽപ്പിക്കുന്നൊന്നല്ല കേട്ടോ. ഇത് ഞാനിപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ചീത്ത പറയരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആരെയും കൽപ്പിച്ചിട്ട് വിടുന്നൊന്നല്ലേ, ഞാനിതെൻ്റെ പേഴ്സണലായിട്ട് പറയുന്നതാണ്. ഇതെന്ന് പറയുന്ന ഒരു സഹോദരനെ പോലെ കണ്ടിട്ട് നിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റുമെങ്കിൽ അനുസരിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ നിർബന്ധമൊന്നും പിടിക്കുന്നില്ലേ. കാരണം വെച്ചാൽ ഓരോരാളുടെ സൗകര്യമാണ് എങ്ങനെ വീഡിയോ ചെയ്യണമെന്ന്. അല്ലാതെ ഇപ്പോൾ എൻ്റെ വീഡിയോക്ക് ഇപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് ഞാനാ തീരുമാനിക്കല്. അതുപോലെ തന്നെയാണ് ഓരോരാളുടെ സൗകര്യമാണ് വീഡിയോ എങ്ങനെ ചെയ്യണമെന്ന്. പക്ഷേ പരമാവധി അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായി. പിന്നെ അതുകൊണ്ട് നമ്മളിപ്പോൾ വളരെ ഹാപ്പിയാണ്. ഡോക്ടർ മച്ചാൻ നമ്മളെ തള്ളി പറഞ്ഞിട്ടില്ല എന്ന് കേട്ടപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുളിർ മഴ ഇങ്ങനെ പെയ്തതുപോലെ ആയിപ്പോയി എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോക്ടറുടെ ആ സ്റ്റോറി വന്നപ്പോൾ തന്നെ എനിക്ക് കിട്ടീനി, അയച്ചതിന്. അപ്പോൾ തന്നെ എനിക്ക് എവിടുന്നൊക്കെയോ ആരൊക്കെയോ അയച്ചതിന് ആ സാധനമായിരുന്നു. ദേ കിടക്കുന്ന സ്റ്റോറി വന്നിട്ടുണ്ട്, ഡോക്ടർ മച്ചാൻ നമ്മളെ തള്ളി പറഞ്ഞില്ല എന്ന്. അത് മതി, അത്രയേ വേണ്ടു നമുക്ക്. വേറെ എന്നാ വേണ്ടത്? മനസ്സിലായ? നമ്മളൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പൈസ ആഗ്രഹിക്കാതെ കയറി വന്നതല്ലേ. ഒരു 10 പൈസ ആഗ്രഹിച്ചില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ആൾക്കാർ നമ്മളെ പല ഗ്രൂപ്പിലൊക്കെ ചേർക്കാനും നോക്കി. ഞാൻ പറഞ്ഞു വേണ്ട മാഷെ, എനിക്ക് ആ ഒരു താല്പര്യവും ഇല്ല അവിടുന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മറ്റുള്ളവരുടെ കൂടെ ചേർന്നിട്ടുള്ള പരിപാടി എനിക്ക് ഇഷ്ടമാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയാനാണ്, ഒറ്റയ്ക്ക് വഴിതെളിച്ച് വന്നവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ശത്രുക്കളോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള മിത്രങ്ങളോ ഒന്നുമില്ല, അത്രയേ ഉള്ളൂ. നമ്മൾ തെറ്റ് ചെയ്തെടുക്കാൻ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ സോറി പറഞ്ഞ് നമുക്ക് അതിൻ്റെതായ ഗുണം കിട്ടിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അവിടുന്ന് അത് നമ്മൾ തെറ്റ് ചെയ്തു എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ക്ഷമ ചോദിക്കാം. അതൊന്നും വലിയൊരു പ്രശ്നമൊന്നുമല്ല. അവിടെ നമ്മൾ ചെറുതായി പോകത്തൊന്നും ഇല്ലായിരുന്നു. അത്രയും ഞാൻ അതാ പഠിച്ചിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അതും മനസ്സിൽ വെച്ച് നിൽക്കാതെ, അത് ഭയങ്കരമാണെന്ന് പറഞ്ഞ് നിൽക്കാതെ നമ്മൾ അതിനനുസരിച്ച് നിൽക്കുക, അത്രയേ ഉള്ളൂ. അതാണ് നമ്മൾ വേണ്ടത്. നമ്മളല്ലാതെ എന്തിനാ ശത്രുക്കളായിട്ട്? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരാളും ശത്രുക്കളില്ല, എനിക്കൊരു പ്രശ്നമില്ല ഒരാൾ പോയിട്ട്. അതാണ്, അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുക. എന്നാൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഒരു ടെൻഷനും ഉണ്ടാവില്ല. ഒരാളെയും ചീത്ത വിളിക്കുന്നില്ലെങ്കിൽ പിന്നെ നമുക്കെന്തിനാ ടെൻഷൻ? അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണേ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ടീമുകൾ തന്നെ എൻ്റെ അടുക്കുന്ന ഒഴിവായി പോയി ഒരാളെയും ഞാൻ ക്ഷണിക്കുന്നില്ല കേട്ടോ. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, ഒഴിവായി പോയിട്ടുണ്ട്, ഒരുപാട് പേര് ഒഴിവായി പോയിട്ടുണ്ട്. അവരൊന്നും ഞാൻ ക്ഷണിക്കുന്നില്ല. കാരണം അവരൊക്കെ വേണമെങ്കിൽ വീഡിയോ കണ്ടിട്ട് പോയിക്കും, അത്രയേ ഉള്ളൂ. ഇന്ന് തന്നെ എൻ്റെ ചാനലിൽ ഒരു ഏറ്റിറക്കായിരുന്നു. അതായത് കുറച്ച് ആൾക്കാർക്ക് വരുന്നു, അപ്പോഴേക്കും കുറച്ച് ആൾക്കാർ പോകുന്നു, കുറച്ച് ആൾക്കാർ വരുന്നു, കുറച്ച് ആൾക്കാർ ഇങ്ങനെ പോകുന്നു. എനിക്ക് തന്നെ ചിരി വന്ന് പോയായിരുന്നു. അപ്പോൾ നന്ദി, നമസ്കാരം.